ഹലോ ചെങ്ങായിമാരെ, വെൽക്കം ടു ഫ്രെയിംസ് ആൻഡ് ഫ്ലേവേഴ്സ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പറിയാണ്. വളരെ ഈസി ആയിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ ഉണ്ടാക്കിയാലോ? പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുക്കുന്നുണ്ട്. ചെറുപയർ പരിപ്പും വെച്ച് ഇത് ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. ഒരു 3-4 തവണയെങ്കിലും കഴുകേണ്ടതുണ്ട്. അതിനുശേഷം ഞാൻ ഇതൊരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം മൂടി വെച്ച് കുക്കാക്കി എടുക്കണം. ഞാനിപ്പോ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 3 വിസിൽ വരെ വരേണ്ടതുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് കൂടി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ മിക്സിന്റെ ചെറിയ ജാറിൽ 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പേസ്റ്റ് പോലെ അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് അരച്ചിട്ട് വരാം. ഇത് നോക്കിയേ, ഇതുപോലെ വേണം അരയ്ക്കാൻ. ശരി, കുക്കറിന്റെ പ്രഷർ ഒക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തുറന്നു നോക്കണം. പരിപ്പെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. നിങ്ങൾ എടുക്കുന്ന പരിപ്പിന്റെ അളവിനനുസരിച്ചിട്ട് തേങ്ങയുടെ അരപ്പ് കൂടി മാറ്റേണ്ടത് ആവശ്യമാണ്. കൂടെ തന്നെ ജാറിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ ലോ ടു മീഡിയം ആണ് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് തിളച്ചു വരട്ടെ. കറി നല്ലപോലെ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ലോയിൽ വെച്ച് കൊടുക്കണം. നല്ലതുപോലെ തിളച്ചു വരുന്ന സമയത്ത് ഉപ്പും കൂടി നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കറിയെല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു വറ്റൽ മുളകും കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ താളിപ്പ് ചൂടോടുകൂടി തന്നെ നമുക്ക് പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറായില്ലേ? ഇതുപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വളരെ രുചികരമായ റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ഫ്രെയിംസ് ആൻഡ് ഫ്ലേവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പൊ ശരി.